ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായി ഈ ഈ ആഴ്ച തിയേറ്ററിലെത്തുന്ന സിനിമയാണ് നരിവേട്ട. അപ്പോൾ നരിവേട്ട എന്ന സിനിമ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വരാൻ പോകുന്ന സിനിമയാണെന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ സംഭവം? ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ആദിവാസികൾക്ക് നേരെ കേരളത്തിലുണ്ടായ ഒരു അതിക്രമത്തിന്റെ, ഒരു പോലീസ് അതിക്രമത്തിന്റെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അത് 2003 ഫെബ്രുവരിയിൽ മുത്തങ്ങയിൽ വെച്ച് നടന്ന ആദിവാസികൾ ഭൂസമരവുമായി ബന്ധപ്പെട്ട അതിനുള്ള സ്ട്രഗിളും അതിനെ തുടർന്നുണ്ടായ പോലീസ് ആദിവാസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ചരിത്രമാണ്. ഇതിന് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഇത് ആ വർഷങ്ങളുടെയോ ആ ഇൻസിഡന്റ് നടന്ന വർഷത്തെയോ മാത്രം ഒരു പ്രത്യേകതര സാഹചര്യത്തിൽ ഉണ്ടായതല്ല. ഇത് ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി ആദിവാസികൾ ഭൂമികൾക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് ആ ഒരു ഇൻസിഡന്റ് നടന്നത്. അതായത് നമുക്കറിയാം, ഈ കൊളോണിയൽ കാലഘട്ടം മുതൽ ഈ ആദിവാസികളുടെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയായ കാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആവാസ വ്യവസ്ഥകളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് ഏകവിള ധാന്യങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി കൊളോണിയൽ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം, അതിനുശേഷം ഇവിടുന്ന് തന്നെയുള്ള കുടിയേറ്റങ്ങളും മറ്റ് കയ്യടക്കങ്ങളും ഇവരെ പുറംപോക്കുകളിലേക്ക് തള്ളപ്പെടുകയും അവർ വളരെ ഓപ്പൺ ആയിരുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവർ കോളനികൾ എന്ന് വിളിക്കപ്പെടുന്ന വളരെ ലിമിറ്റഡ് ആയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുക. അന്നു മുതൽ തന്നെ ആദിവാസികൾക്ക് ഇത്തരം ഭൂമിയോടുള്ള അവരുടെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഒരു സ്ട്രഗിളിൽ അവർ ഏർപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. 1995 മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള അടുത്ത 75-ൽ ഇത് നിയമം വന്നു. ആദിവാസികൾക്ക് ഭൂമി തിരിച്ചു കൊടുക്കാൻ നിയമം വന്നതിന് ശേഷവും സർക്കാരുകൾ കാര്യമായി അതിൽ ഒരു പുരോഗമനവും ചെയ്യാതിരുന്ന സമയത്ത് 95 മുതൽ നടന്ന സമരങ്ങളുടെ തുടർച്ചയായിട്ട് 2000-ഓടനുബന്ധിച്ച് ചില സമരങ്ങൾ വിജയം കാണുകയും കുമ്പള പോലുള്ള സ്ഥലങ്ങളിൽ ഈ സമരത്തിന് ഏർപ്പെട്ടവർക്ക് ആദിവാസികൾക്ക് ഭൂമി കിട്ടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിനെ തുടർന്ന് 2001-ലൂടെ അന്നുണ്ടായിരുന്ന AK ആന്റണി സർക്കാർ ഈ ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കുകയും ഒരു വർഷത്തിനുള്ളിൽ ആദിവാസികൾക്ക് അവരുടെ ഭൂമി പതിച്ചു നൽകുമെന്ന ഒരു ഉറപ്പിന്റെ മേലെ അവർ പിന്തിരിയുകയും, എന്നാൽ 1.5 വർഷം 2 വർഷത്തോളം ആയിട്ടും ഇതിൽ യാതൊരു പുരോഗതിയും കാണാത്തതുകൊണ്ട് ഒരു പറ്റം കുടുംബങ്ങൾ, 1000-ഓളം ആൾക്കാർ 10-40-ലധികം ദിവസത്തോളം കേരള സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒരു കുടിൽകെട്ടി സമരം നടത്തുകയുണ്ടായി. ഈ കുടിൽകെട്ടി സമരത്തിന് ശേഷം അവിടെ വെച്ചും ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അതിനുശേഷം ഈ 2003 ഫെബ്രുവരി 19-ന് മുത്തങ്ങ എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം, റിസർവ് ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഏരിയയിലേക്ക് ഈ ആദിവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ എത്തുകയും കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും എല്ലാം അടങ്ങുന്ന ഫാമിലി മൊത്തമായിട്ട് അവിടേക്ക് കടന്നു വന്ന് അവിടെ കുടിലുകൾ നിർമ്മിച്ച് അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഒരു വൻ പോലീസ് സന്നാഹമാണ് അതിനെ തുടർന്ന് പിന്നീട് അവിടെ എത്തുന്നത്. അതിനുശേഷം പോലീസും ഇവരും തമ്മിൽ അതിരൂക്ഷമായ ഒരു വയലൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം പോലീസിന്റെ കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും ലഭ്യമാണ്. ഈ ഒരു സംഘർഷത്തിനൊടുവിൽ ജോഗി എന്നൊരു ആദിവാസിയും ഒരു പോലീസുകാരനും മരണപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ ഇൻസിഡന്റിനെ തുടർന്ന് ഇത് വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടുകയും ആദിവാസികളുടെ ഭൂമി പ്രശ്നം എന്നുള്ളത് മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര സമൂഹവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു. അതിനെ തുടർന്നാണെങ്കിലും ഈ പോലീസുകാരുടെ വേട്ട ഇതിന്റെ കേസിന്റെ നൂലാമാലകളിലേക്കൂടെ നീങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അത് ഒരുപക്ഷെ ജോഗിയുടെ മരണം അതിനിടയ്ക്ക് സംഭവിച്ചതാണെങ്കിൽ കൂടി അത് അസ്വാഭാവിക മരണമെന്നും പോലീസുകാരന്റെ മരണം കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന രീതിയിലേക്കും എത്തിച്ചതിനെ തുടർന്ന് ഒരുപാട് ആദിവാസി കുടുംബങ്ങൾ കോടതികൾ കയറി ഇറങ്ങുന്ന രീതിയുണ്ടായി. അതിനുശേഷം പലർക്കും ഭൂമി ഇപ്പോഴും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. അതിൽ വളരെ ചുരുങ്ങിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഭൂമി, വാസയോഗ്യമായ ഭൂമി ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇതിന്റെ മറ്റൊരു സത്യാവസ്ഥയാണ്. അപ്പൊ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഇത്തരത്തിലുള്ള നേർക്കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം അദ്ദേഹം പറയുന്നത് ഈ ഒരു സംഭവം സിനിമയ്ക്ക് ഒരു ആസ്പദമാക്കിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയെ അതിനെ ഡോക്യുമെന്ററി എന്ന രീതിയിലല്ല, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു പോലീസുകാരന്റെ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് കൂടുതൽ സാധ്യത. ഈ സിനിമയുടെ ഡോക്യുമെന്റിങ് അല്ല ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെ പുറത്തു വരുന്ന ഓരോ വിവരങ്ങൾ, അതിപ്പോ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും ഇന്നലെ ഇറങ്ങിയ വേടന്റെ
വാടാ വേട എന്ന സോങ് ആണെങ്കിൽ വിലങ്ങുകൾ പൊട്ടിച്ചിറങ്ങുന്ന വേടന്റെ ദൃശ്യങ്ങൾ അടക്കം ഈ ഒരു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ ടൊവിനോയുടെ അതിശക്തമായ പെർഫോമൻസ് ഉള്ള വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം സംവദിക്കുന്ന ഒരു സിനിമയായി നരിവേട്ട മാറട്ടെ. ഈ ചർച്ചകൾ വീണ്ടും നമ്മുടെ പൊതുമധ്യത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.